യേശുവിൽ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ ഘട്ടം മുതൽ ഏകദേശം 1960 മുതൽ 2016 വരെയുള്ള സഭയുടെ കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിപ്രധാനപ്പെട്ട ഏകദേശം 10ഓളം ഡോക്യുമെന്റ് ഉണ്ട്, സഭയുടെ പ്രബോധന രേഖകള്. അതിനകത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലുണ്ട് സഭാപിതാക്കന്മാരിലൂടെ, പരിശുദ്ധ പിതാക്കന്മാരിലൂടെ. ആ വെളിപ്പെടുത്തലിന്റെ സാരാംശത്തിലേക്ക് വചനാധിഷ്ഠിതമായി നമുക്ക് ഒന്ന് തിരിയാം. അത് കഴിയുമ്പോഴേക്കും അഭിഷേകത്തിന്റെ അഗ്നിയുമായി, ആരാധനയുടെ തീനാവായി, തീരൂപമായി, തിരുവോസ്തുരൂപമായി ഈശോ വളരെ പ്രകടമായ വിധത്തിൽ നമ്മുടെ അടുത്തെത്തുകയും ചെയ്യും. ഈ പ്രാമാണിക രേഖകളിലെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, സഭയുടെ പ്രമാണരേഖയിലെല്ലാം മേക്ക് ദ ഗോസ്പൽ അലൈവ് ഓർ മേക്കിംഗ് ദ ഗോസ്പൽ അലൈവ്, സുവിശേഷം സ്വീകരിച്ചവർ സുവിശേഷത്തിന് ജീവൻ പകരുന്നവരായി ലോകത്തിൽ പരിശുദ്ധാത്മാവായി വിരാജിക്കുക, ജീവിക്കുക എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക എങ്ങനെ, എപ്രകാരം. അതായത് ഘോഷിക്കും, ഞാൻ ഘോഷിക്കും. ഞങ്ങളുടെ സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അച്ഛൻ ജോസഫ് പാമ്പക്ലസിന് എഴുതിയൊരു പാട്ടാണത്. നല്ല പാട്ടാണ്. അതിപ്പോ സമയമില്ലാതെ നമ്മൾ പാടാത്ത. ഘോഷിക്കും, ഞാൻ ഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ ആദ്യം തമിഴ്നാട്ടില് പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയ ആളാണ്. അങ്ങനെ തമിഴ്നാട്ടിലും അന്ന് ഹൈറേഞ്ചിന്റെ മലയോര പ്രദേശങ്ങളിലൊക്കെ സുവിശേഷവുമായി കടന്നു ചെന്ന് ഞങ്ങളുടെ ഇപ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോസഫ് പാമ്പക്ലച്ചൻ. അദ്ദേഹം എഴുതിയ പാട്ടില് ഉള്ളൊരു ലൈനാണിത്: ഘോഷിക്കും, ഞാൻ ഘോഷിക്കും, സുവിശേഷം ഘോഷിച്ചുകൊണ്ട്, പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ സുവിശേഷത്തിന് ജീവൻ പകരുന്നവരാവും. അതാണ് ഫ്രാൻസിസ് സേവിയർ ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം നമ്മുടെ കടലോരത്തൂടി കടന്നു ചെന്നിട്ട് എന്താ പറഞ്ഞത്? 3000-ലധികം ആളുകളെയൊക്കെ മാമുദീസ മുങ്ങി തോളല് വേദനിക്കുമ്പോൾ നടുവ് പൊട്ടിയിട്ടും ഫ്രാൻസിസ് സേവിയർ വിളിച്ചു പറയുന്നത്, ഓ കർത്താവേ, ഇനിയും കർത്താവേ, ഇനിയും ഇതാ ജനത്തെ കൊണ്ടുവരിക, ഞാൻ മുക്കാം കർത്താവേ. ക്ഷീണിച്ചെന്ന് പറഞ്ഞില്ല, ഞാൻ മാമുദീസ മുക്കാം. കടലോരങ്ങളിലൂടെ ഇങ്ങനെ ഇതാ അലകൾ പോലെ അവൻ വചനം വിതറി വിതച്ചുകൊണ്ടിരുന്നു. അനേകായിരങ്ങള് യേശുവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി ജീവിക്കുന്ന തുടിപ്പുകളായി മാറിയില്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് കർത്താവിന്റെ വചനത്തിന് ജീവൻ പകരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനിയോ വീണ്ടും നമുക്ക് എങ്ങനെ, ഞാൻ അടുത്ത നാളില് ആന്ധ്രയിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു, സെമിനാരിയിൽ. അപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയി. എല്ലാ വർഷവും ഞാൻ പോകുന്നതാ. ഈ വർഷം ഞാൻ വേറൊരു ഗ്രാമത്തിൽ പോയി. അപ്പോൾ വളരെയേറെ പ്രായം ചെന്ന, ശരിക്കും പറഞ്ഞ ഇങ്ങനെ കൂനി നിവർന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരമ്മയുണ്ട് അവിടെ. അവർ തെലുങ്ക പറയുക. എനിക്ക് തെലുങ്ക് ശരിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഭാഷ നോക്കാറില്ല ആളുകളോട് ബന്ധപ്പെടാൻ നേരത്ത്. അപ്പൊ അവരോട് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന്റെ ചുരുക്കം ഇതായിരുന്നു: ഇത്രയും പ്രായമായില്ലേ, ഈ കുഞ്ഞുവടിയും കുത്തി, വടി നിവർത്തി കുത്താൻ പറ്റത്തില്ല, അത്ര കൂനായി, ഈ കുഞ്ഞുവടിയും കുത്തി എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്, എന്തിനാന്ന് ഞങ്ങൾ 2-3 പ്രാവശ്യം ചോദിച്ചു. എല്ലാം മനസ്സിലായില്ല. അപ്പൊ എന്റെ കൂടെ വന്ന ചമ്മാച്ചന്മാര് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഉത്തരം പറഞ്ഞത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതിതായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനിതൊക്കെ ലൈബ്രറിയിലെ പുസ്തകം എടുത്ത് വായിച്ചു പഠിച്ചതാ. ഈ അമ്മൂമ്മത്തള്ളേ അതിനൊരു 90 വയസ്സെങ്കിലും പ്രായമുണ്ടെന്ന്. അതിനതുപോലെ അതിന്റെ അവസ്ഥയൊക്കെ. അത് വലിയൊരു ദൈവശാസ്ത്ര സന്ദേശം എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. എന്തിയെ? അപ്പോൾ പറഞ്ഞു, എവിടെ വെച്ചോ കേട്ടതാണെന്ന്. ഏതോ അച്ഛൻ പണ്ട് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത് ഓർമ്മയാ. ഡു റിപ്പറേഷൻ ഫോർ ദ സിൻസ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് സുവിശേഷത്തെ ജീവവത്താക്കണം എന്ന അമ്മ പറയുക. അതായത് തെലുങ്കിലെ പറഞ്ഞു തന്നേ ഉള്ളൂ. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പറയുന്നത് എങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിച്ചും ആരാധിച്ചും ലോകത്തിന്റെ പാപത്തിന് മുഴുവൻ പരിഹാരം ചെയ്യുവാനാ ഞാൻ വന്നത് എന്ന്. ഹല്ലേലൂയ. ഞാൻ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാനാ പോയത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മൂമ്മ പറഞ്ഞതാണ് ഏത്? കുർബാനയെ അർപ്പിച്ചും
കുർബാനയെ ആരാധിച്ചും വചനത്തിന് ജീവൻ കൊടുക്കാൻ, ഈശോയുടെ മുഖത്തിന് പ്രകാശം കൊടുക്കാൻ, ഈശോയെ സന്തോഷിപ്പിക്കാൻ ഞാൻ വന്നതാണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ആ അമ്മയെ വിശുദ്ധയാക്കാൻ വലിയ താമസം വേണ്ട. കാരണം ഈ മറിയം തെരേസ ഉണ്ടല്ലോ, നമ്മുടെ എവിടത്തെ മറിയം തെരേസ, പുത്തഞ്ചിറയിലെ മറിയം തെരേസ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. മറിയം തെരേസയുടെ അമ്മയെയും ഈശോയെ സന്തോഷിപ്പിക്കുക. മോളെ എന്ന് അമ്മ വിളിക്കും. എന്നിട്ട് കൊച്ചുനാളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാ, നീ ഈശോയെ സന്തോഷിപ്പിക്കാൻ നോക്കണം. അങ്ങനെയാണ് ഈ മറിയം തെരേസ വാസ്തവത്തിൽ ഈശോയെ സന്തോഷിപ്പിക്കുക. എങ്ങനെ? പൂക്കൾ വെച്ച്, അൾത്താരെ അലങ്കരിച്ച്, പള്ളിമുറ്റം അടിച്ച്, പള്ളിയിലെ തുണികൾ അലക്കി. പിന്നെയോ അങ്ങനെ അത് കുട്ടിക്കാലത്ത് അങ്ങ് ചെയ്തു തുടങ്ങിയിട്ട് പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ ഇതുകൊണ്ടൊന്നും സന്തോഷിപ്പിക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ഈ മറിയം തെരേസ എന്താ ചെയ്തത്? കല്ല് വിരിച്ചിട്ട് പള്ളിയിലും മുറിക്കകത്തൊക്കെ ആണെങ്കിലും കല്ല് വിരിച്ചിട്ട് ആ കല്ലും പുറത്ത് മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് കൈ കഴയ്ക്കുമ്പോൾ താഴേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് ഭിത്തിയിലേക്ക് ഇങ്ങനെ വെച്ച് ഈ മറിയം തെരേസയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയായി സുവിശേഷത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അനുദിനം ബലിയിൽ സംബന്ധിച്ചും ബലിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സന്ദർശിച്ചും ആ അൾത്താരയിൽ സക്രാരിയിൽ ഇരിക്കുന്ന ഈശോയെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സുവിശേഷം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവവചനത്തിന് ജീവൻ കൊടുക്കുന്നവരും വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുന്നവരും തത്വാര സ്വർഗത്തിന് അവകാശികളുമായി മാറുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നോക്കി, എങ്ങനെയാണ് സുവിശേഷത്തിന് ജീവൻ കൊടുക്കുന്നത്? അതാണ് എൗഫ്രാസ്യമ്മ. നമ്മുടെയൊക്കെ മുറ്റത്തിന്റെ അടുത്തല്ലേ എൗഫ്രാസ്യമ്മയുടെ നാട്. ഒല്ലൂർ ഓർത്ത് നോക്കുകയെ, എൗഫ്രാസ്യമ്മ എന്താ ചെയ്തത്? നീണ്ട മണിക്കൂറുകള് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് സുവിശേഷത്തിന് ജീവൻ കൊടുത്തു. ഹല്ലേലൂയ. പ്രേക്ഷിതയായിട്ട് മാറി. പ്രേക്ഷിതരായി മാറുക. ആരെ അയക്കണം? എന്നെ അയച്ചാലും പ്രാർത്ഥനയിലൂടെ എനിക്ക് പ്രേക്ഷിതനാകാൻ പറ്റും. അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ? സഹനത്തിലൂടെ എനിക്ക് പ്രേക്ഷിതനാകാൻ പറ്റും. സംശയമുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചുറേസ്യ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചില്ല. അന്യദേശങ്ങൾ കടന്നുപോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. സുവിശേഷത്തിന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അവിടെ വീട്ടിൽ ഇന്നും ചെന്നാൽ കാണാം ഒരു കൊച്ചു വീട്. അതിനുള്ളിലും അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലും ഇരുന്ന് പ്രാർത്ഥിച്ച് സഹനത്തെ സമർപ്പിച്ച് ഈ കൊച്ചുറേസ്യ ജീവിച്ചപ്പോൾ ദൈവിക ജ്ഞാനത്തിൽ അറിവും തികവും പൂർണ്ണതയുമുള്ള വ്യക്തിയായി മാറുക മാത്രമല്ല, സഭ കൊച്ചുറേസ്യ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ലോകത്തിന്റെ മുഴുവൻ പ്രേക്ഷിതയാണ്, മധ്യസ്ഥയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മുഴുവൻ മധ്യസ്ഥയാണ്. അപ്പോൾ വചനം കേൾക്കുന്നവരായി മാറിയാൽ പോരാ, വചനം ധ്യാനിക്കുന്നവരായി തീർന്നാൽ പോരാ, വചനം ജീവിക്കുന്നവരായി തീർന്നാൽ പോരാ, വചനത്തിലൂടെ മറ്റുള്ളവർക്ക് ദൈവിക ജീവൻ നൽകുന്ന പ്രേക്ഷിതരായി മാറണം. ഹല്ലേലൂയ. അതിന് പല വഴികളുണ്ട് സഭയില്. അതിൽ ഒരു വഴിയാണ് സുവിശേഷം പ്രസംഗിക്കുക, മറ്റൊരു വഴിയാണ് ശുശ്രൂഷ ചെയ്യുക എന്നത്. ഞാൻ പലപ്പോഴും ഈ ശുശ്രൂഷകളുടെ സംഘത്തിൽ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആ പഴയ സംഭവത്തിലേക്ക് പോകുന്നില്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എന്റെ കയ്യിൽ ഒരു കടലാസുണ്ട്. അതായത് പിതാവിനെ ശുശ്രൂഷിക്കാൻ US നടി അഭിനയം നിർത്തി. ഇപ്പോൾ അഭിനയക്കാരുടെ കേസും വെപ്രാളവും ഒക്കെ ചാനലിൽ വരുന്ന സമയമാണല്ലോ. അഭിനയ ലോകത്തെക്കുറിച്ചും സിനിമാ ലോകത്തെക്കുറിച്ചും പല കമന്റും നമ്മൾ കേൾക്കുന്നു. സത്യവും മിഥ്യവും നമ്മളാരെയും വിധിക്കേണ്ടതുമില്ല. പക്ഷേ ആ ലോകത്തും നല്ലവരുണ്ട്. നോക്കിക്കേ, ഹില്ലാരി സാങ്കസ് എന്ന് പറയുന്ന, അതായത് ഹില്ലാരി സംഘ് എന്നാണ് പേര്, അവരുടെ പേര്. 2 പ്രാവശ്യം ഓസ്കർ അവാർഡ് വാങ്ങിച്ചവരാണ് ഈ വ്യക്തി. 2 പ്രാവശ്യം ഓസ്കർ അവാർഡ് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ റസൂൽ പൂക്കുട്ടിയുടെയും മറ്റ് റഹ്മാന്റെ ഒക്കെ കാര്യങ്ങൾ ഓർത്താൽ മതി. 1 പ്രാവശ്യം കിട്ടിയപ്പോൾ പോലും ലോകം അവരെ എത്രയോ വിസ്മയത്തോടെ ആദരവോടെ നോക്കി. 2 പ്രാവശ്യം ഓസ്കർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ഹില്ലാരി സോങ്. അവരുടെ അപ്പൻ രോഗിയായി. അപ്പോൾ അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം, എന്റെ കയ്യിൽ ഞാൻ പറയുന്ന മുഴുവൻ പത്രക്കടലാസും ഉണ്ട്. അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം ഈ സ്ത്രീ അന്നോളം എഗ്രിമെന്റ് നടത്തിയിരുന്ന എല്ലാ സിനിമയും ക്യാൻസൽ ചെയ്തു.
അഭിനയിക്കാനുള്ള സിനിമകൾ ക്യാൻസൽ ചെയ്തു. സിനിമാ ലോകത്തോട് നോ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവര്. തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു. അവൾ ഉത്തരം പറഞ്ഞു ഇതാണ്: എനിക്ക് വലുത് ഓസ്കർ അവാർഡല്ല, എനിക്ക് വലുത് അഭിനയമല്ല, എനിക്ക് വലുത് എന്റെ പേരും പെരുമയുമല്ല, എനിക്ക് വലുത് എന്നെ ഈ അവസ്ഥയിലേക്ക് ജന്മം നൽകി പറഞ്ഞുവിട്ട എന്റെ അപ്പനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തിന് ജീവൻ പകരുക എന്ന് പറയുമ്പോൾ ഹില്ലാരി സ്വാങ്ക് എന്ന് പറയുന്ന വ്യക്തി, അഭിനയ ഓസ്കർ അവാർഡ് നേടിയ വ്യക്തി പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചില വലിപ്പങ്ങളും ചെറുപ്പങ്ങളും ഉണ്ടാകണം, ചില വേർതിരിവുകൾ ഉണ്ടാകണം. എങ്ങനെയാണ് പ്രായാധിക്യത്തിലെത്തിയ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, അയൽവാസിയെ, രോഗികളെ, ദുഃഖിതരെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ നമ്മൾ യേശുവിന്റെ പ്രേക്ഷിതയായി മാറുകയും സുവിശേഷത്തിന് ജീവൻ പകരുന്ന ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഉത്തമ ക്രിസ്ത്യാനിയായി ഭവിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്ന അതിനു വേണ്ടിയാ. അല്ലെങ്കിലോ ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. നമ്മളെ നോക്കിയാൽ ദൈവം പറയോ സഹോദരങ്ങളെ? ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നുവെന്ന്. ഹൃദയം കൊണ്ട് എന്നെ അതരം കൊണ്ട് ഇടിവെട്ടുന്നു, ഹൃദയം കൊണ്ട് പടവാളേന്തുന്നു. മനുഷ്യത്വം പറ്റിയ ദൈവീകത വരണ്ട ഒരു ഹൃദയമാണോ നമുക്കുള്ളത്? അതെയോ തുടിപ്പാർന്ന, ചലനമാർന്ന, ശക്തിയാർന്ന, ജീവൻ പകരുന്ന, നിർഗളിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന ഹൃദയം, എമ്മാവൂസ് ശിഷ്യന്മാരുടെ ഹൃദയം, ജ്വലിക്കുന്ന ഹൃദയം, എമ്മാവൂസ് ശിഷ്യന്മാരുടെ കണ്ണ്, തിളങ്ങുന്ന കണ്ണ്, എമ്മാവൂസ് ശിഷ്യന്മാരുടെ ചുണ്ട്, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന, പുഞ്ചിരി പടരുന്ന ചുണ്ട്. അതുപോലെ എമ്മാവൂസ് ശിഷ്യന്മാരുടെ ശരീരം, മറ്റുള്ളവരെ താങ്ങിയെടുക്കാൻ മാത്രം ശക്തിയുള്ള ശരീരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, മഹത്വം. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ സുവിശേഷത്തിന് ജീവൻ പകരണം? രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടാ. ഞാൻ ഇപ്പോഴും ഓർക്കുക, വർഷങ്ങൾക്ക് മുൻപ് അന്ന് മേരി എസ്തപ്പാൻ, കൂവപ്പടിയിലുള്ള മേരി എസ്തപ്പാന്റെ ശുശ്രൂഷ കേന്ദ്രം ഇതുപോലെ വളർന്നിട്ടില്ല. ഇപ്പോൾ അവിടെ 100-300 ആളുകളുണ്ട്, ഒരുവിധം നല്ല സൗകര്യങ്ങളുമുണ്ട്. പെരുമ്പാവൂരടുത്തുള്ളേ. ഞങ്ങൾ സെമിനാറിലായിരുന്നപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ്, ചമ്മാച്ചന്മാർ, ഞങ്ങളൊക്കെയും കൂടി അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളെല്ലാവരും കുറെ പേര് അടുക്കളയിൽ പാത്രം കഴുകി, കഞ്ഞി വെച്ച് അവർക്ക് ഭക്ഷണം ഒരുക്കി, കുറെ പേര് ഇവരെ കുളിപ്പിച്ചു, കുറെ പേര് ഷേവ് ചെയ്തു. അപ്പൊ എന്റെ കൈ കിട്ടിയത് ഷേവ് ചെയ്യാനും കുളിപ്പിക്കാനും കുറച്ച് പ്രായം ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്നാണ്. ഒരക്ഷരം മിണ്ടില്ല, ചുണ്ടിനിട്ട് കുത്തിയാലും മിണ്ടാതിരിക്കുക. അങ്ങനെയുള്ളൊരു മനുഷ്യൻ. ഞാൻ കുറെ കാലമായിരുന്നു തലമുടി വെട്ടിയിട്ട്, എന്റെ അല്ല മറ്റുള്ളവരുടെ, എനിക്ക് നന്നായിട്ട് മുടി വെട്ടാനും ഷേവ് ചെയ്യാനും അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ മുടി വെട്ടിയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് മുടി വെട്ടാനായിട്ട് തുടങ്ങി. മുടി വെട്ടി എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല. പിന്നെ സോപ്പിട്ട്, കുറെ കാലമായി ഇദ്ദേഹം ഷേവ് ചെയ്തിട്ട്, സോപ്പിട്ട് ഈ മുഖം ഷേവ് ചെയ്യുന്ന സമയത്ത് സോപ്പെല്ലാം അങ്ങനെ അളിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഭയങ്കര അറപ്പ് തോന്നി. ഒരു പിടുത്തം വന്നു എന്റെ മനസ്സിൽ. എങ്കിലും ഞാൻ പെട്ടെന്ന് എന്റെ ഫാൻസിന്റെ കീശ കുരിശുണ്ടായിരുന്നു, ഈ കൈ കൊണ്ട് കുരിശുകളൊന്ന് തട്ടിക്കൊണ്ട് കർത്താവേ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവേ ഈ അറപ്പ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറമെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ തട്ടും ശക്തി തരാന്നുള്ള തട്ടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഷേവ് ചെയ്തു. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കുളിപ്പിച്ചു. നന്നായിട്ട് കുളിച്ച് തല തോർത്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സൂര്യോദയം പോലെയായിരുന്നു. അത്ര സുന്ദരമായിട്ട് ചിരിച്ചു. ചിരി മാത്രമല്ല, ചേട്ടന്റെ പേരെന്താന്ന് ചോദിച്ചു. എന്റെ പേര് മത്തായി. ചേട്ടന്റെ ജോലി എന്താ? ഞാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ചേട്ടനെ എവിടെ നിന്ന് വന്നതാ? അപ്പോളാ ഒരു സ്കൂളിലെ റിട്ടയർഡ് മാഷാണത്. വീട്ടിൽ നിന്നും സ്വൈര്യമില്ലാതെ മക്കളുടെ പീഡനവും നിന്ദനവും അപകേളനവും എല്ലാം ഏറ്റ് അവസാനം ആരാരും അറിയാതെ ഇറങ്ങിപ്പോകുന്ന ഒരു മാഷ്, ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിനെ എവിടെ നിന്നാണെന്നോ എന്താണെന്നോ എഴുതാനോ എഴുതി കാണിച്ചില്ല, പറഞ്ഞു കാണിച്ചില്ല. അതിനുശേഷം സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറഞ്ഞ നിരവധി കാര്യങ്ങള് സുവിശേഷത്തിന് ജീവനേകൂ. ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യേശുവിന്റെ മുഖമോ ഞാൻ കണ്ടത്. തുടിക്കുന്ന മുഖം, ആ കണ്ണോ
അത്രയും നേരം താമര കൂമ്പി പോലെ കൂമ്പിയിരുന്ന കണ്ണ് അങ്ങോട്ട് പ്രകാശിച്ചിട്ട് ഇനി അതിനുശേഷം അന്നെന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചെറുപ്പായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മക്കളെ പിടിക്കുന്നത് പോലെ എന്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് വാസ്തവത്തില്. എന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛ, ഏറെ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ചിരിക്കുന്നത്, ഞാനൊന്ന് പറയുന്നത്, അതായത് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന് ജീവൻ പകരണം, കരയുന്നവരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പ്രേക്ഷിതരാകണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ നാളിലെ വചനോത്സവ കൂട്ടായ്മയിൽ 10,000 ആളുകൾ കേരളത്തിലെ എല്ലായിടത്തു നിന്നും വന്നു. ഈ കൂട്ടായ്മയില് എന്നും കൂട്ടായ്മയിൽ അങ്ങനെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം മാത്രമൊന്നുമല്ല, കൂട്ടായ്മയിൽ എന്നും ഒത്തിരി പ്രായം ചെന്നവരുണ്ടാവും ചിലപ്പോഴൊക്കെ, തീർത്തും പച്ചക്കേടായി ഇവര്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, പണ്ട് ഞാൻ അവരെ കണ്ടിട്ടുള്ളതാ, ഇനി വേണമെങ്കിൽ നിർത്തിക്കോ. അപ്പൊ പറയും, ഏതായാലും തോളെ തഴമ്പ് പിടിച്ചാ, ഏതായാലും വചനോത്സവം ചുവന്ന് കയ്യിൽ തഴമ്പായി, ഇനി ഇത് ചുവന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് തീർത്തേക്കാം. ഏത് നടക്കാൻ പറ്റുന്നിടത്തോളം, നിരങ്ങാൻ പറ്റുന്ന എത്രയും കാലം ഇതുകൊണ്ട് എനിക്ക് തീർക്കണം. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ ഒന്ന്. എവിടേക്ക്? സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമുണ്ടല്ലോ ഒന്ന്. സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ് നാം പറയും. അപ്പോൾ ഷെയറിങ്, അതായത് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്റെ ക്ലാസ്മേറ്റ് ആണ് ഡേവിസ് ചെർമലച്ചൻ. അദ്ദേഹം റക്ക കൊടുക്കാൻ പോകുമ്പോൾ, കിഡ്നി കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മാനസികമായിട്ട് അച്ഛൻ അഭിമുഖീകരിച്ച വേദന. കിഡ്നി പോകുമല്ലോ എന്നെ വേദനയല്ല, അന്ന് അതിന് കിട്ടാതിരുന്ന ചില അംഗീകാരങ്ങൾ ആദ്യത്തെ നാളുകളിൽ, ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, ഞങ്ങൾ 7 വർഷം ഒന്നിച്ച് പഠിച്ചതാണ്. കിഡ്നി കൊടുത്തിട്ട് തിരിച്ച് ഡിവൈനിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചു, ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ജോസഫ് തന്നെ വിളിക്കുക, എന്തൊക്കെ പറഞ്ഞാലും ജോസഫെ, കൊടുത്തതിന്റെ സുഖം അത്ര വലുതാ, കൊടുത്തതിന്റെ സന്തോഷം അത്ര വലുതാ, കൊടുത്തതിന്റെ ആനന്ദം അത്ര വലുതാ. എനിക്കിപ്പോൾ ചിറക് മുളച്ച പോലെയൊക്കെയാ, എനിക്കിപ്പോൾ ഉയർന്നു പറക്കാൻ തോന്നുന്ന പോലെ. അതായത് എന്റെ ജീവിതത്തിൽ എന്റേതെന്ന് തോന്നിയത്, എന്റേതെന്ന് മാത്രം ഞാൻ വിചാരിച്ചത്, എനിക്ക് വേണ്ടി മാത്രമെന്ന് ഞാൻ വിചാരിച്ചത് പകർന്നു കൊടുത്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദം തോന്നുന്നു, സുഖം തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്ക കൈയിടിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കള്ളൻ, ഒരു ദുർമാർഗിയായ മനുഷ്യൻ, കൊലയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. അയാൾ അത്ര കടുത്ത ദൈവനിഷേധിയായിരുന്നു. പക്ഷെ കൊച്ചുരേസ്യ പുണ്യോതി ഇവന് വേണ്ടി കൊന്ത ചെല്ലാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് കാഴ്ചവെക്കാൻ തുടങ്ങി, മദ്യസ്ഥം വയ്ക്കാൻ തുടങ്ങി. അവസാനം അവനെ കഴുകുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവനോട് ആരാച്ചാര് ചോദിച്ചു, ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എന്താ പറഞ്ഞത്? ഉണ്ട്, ഒരാഗ്രഹം, ഒരച്ഛനെ വേണം, കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ കൊച്ചുരേസ്യ പ്രേക്ഷിതയായത്. അപ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് ആളെ കൊണ്ടുപോകുന്നതും പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. ഹല്ലേലൂയ. പ്രേക്ഷിതരാകണം, പ്രേക്ഷിതരാകണം, പ്രേക്ഷിതയാണ് സഭ. പ്രേക്ഷിതരാകണം, പ്രേക്ഷിതരാകണം, പ്രേക്ഷിതയാണ് സഭ. സഭയുടെ നാളത്തെ ഭാവി ആത്മായരായ സഹോദരങ്ങളെ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പറ്റുന്ന അത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, പറ്റുന്ന അത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, പറ്റുന്ന അത്രയും മക്കളെ വിവാഹവേദിയിലേക്ക് പറഞ്ഞയക്കണം, പറ്റുന്ന അത്രയും ചെറുപ്പക്കാർക്ക് സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടെത്താനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം, കണ്ടെത്താൻ സഹായിക്കണം. അങ്ങനെ അവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അങ്ങനെ സഭയെ പടുത്തുയർത്തി പ്രേക്ഷിതയായ സഭയെ സുവിശേഷത്തിന്റെ വചനവുമായിട്ട് ഒരുക്കുന്ന, നയിക്കുന്ന ദൈവമക്കളായി നമുക്ക് മാറാം, പ്രേക്ഷിതനായി തീരാം. ആരെ ഞാൻ അയക്കും? ഇതാ ഞാൻ കർത്താവേ, എന്നെ അയച്ചാലും. അങ്ങനെ സുവിശേഷത്തിന് ജീവൻ പകർന്ന് ലോകത്തിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവായി നമുക്ക് മാറാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Thank you.
ഈശോയ്ക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.